വെൽഡിങ്ങിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറയുമ്പം വലിയ വലിയ വെസലുകളും പൈപ്പും ഹെവി വാൾ പൈപ്പുകളൊക്കെ വെൽഡ് ചെയ്യുമ്പോഴാണ് വെൽഡർ ആവുന്നത്. അല്ലാതെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ച ഉടനെ വെൽഡറായിട്ട് വെളിയിൽ വരും അല്ലെങ്കിൽ നമുക്ക് ശമ്പളം കിട്ടും എന്നതിനെപ്പറ്റി ചിന്തിക്കുകയേ ചെയ്യരുത്. ചാൻസ് കിട്ടുന്നത് നമ്മളിപ്പോഴും കളയരുത്. അറിയില്ല എന്നും പറഞ്ഞ് പുറമോട്ട് മാറരുത്. ശ്രമിച്ചു നോക്കുക, മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും വെൽഡിങ്ങിൽ ഒരു നല്ല ഭാവി തന്നെ ഉണ്ടാകും. വെൽഡിങ് അത്ര മോശം ജോലിയൊന്നുമല്ല. ഹായ്, നമസ്കാരം. ഈസി വെൽഡിംഗ് ടെക്കിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. വെൽഡിംഗ് പഠിക്കുന്നതിന് മുമ്പ് ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം വെൽഡിംഗ് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം ആ തൊഴിലിനെ പറ്റി, അതിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ പഠിച്ച് പകുതിയായിട്ട് നമ്മൾ ആ ജോലി ഉപേക്ഷിക്കുമ്പോൾ നമുക്കത് നഷ്ടം തന്നെയാണ്. നമ്മുടെ അത്രയും സമയവും പോവും, നമ്മുടെ അത്രയും പൈസയും പോവും, അതെല്ലാം പോവും. അപ്പോൾ നമ്മൾ അങ്ങനെ നഷ്ടം വരാൻ പാടില്ല നമ്മുടെ ജീവിതത്തിൽ. വെൽഡിംഗ് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ആ ജോലിയോട് ഒരു സ്നേഹം വേണം. കാരണം ആ തൊഴിൽ നമുക്ക് ഇഷ്ടപ്പെട്ട് മാത്രമേ അതിലോട്ട് പോകാവൂ. കാരണം നമ്മൾ ഏതൊരു ജോലിയും പഠിക്കുമ്പം അതിൻ്റെ ഒരു തുടക്കത്തിൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ട് അറിയത്തില്ല. പക്ഷേ ഒരു പകുതി ഘട്ടം ആവുമ്പോൾ, തൊഴിൽ പഠിച്ച് പകുതി ആകുമ്പോൾ നമുക്കത് ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. കാരണം ആ ജോലിയെ സ്നേഹിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ആ പ്രശ്നം ഉണ്ടാകത്തില്ല. നമുക്ക് ഒരു തൊഴിൽ വേണം, ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ജോലിയിൽ കയറാം അല്ലെങ്കിൽ ഒരുപാട് വേക്കൻസി കിട്ടും എന്നും പറഞ്ഞു പോകുന്ന കുറേ നമ്മുടെ കൂട്ടുകാരുണ്ട്. അവർ പകുതി വെച്ച് ഉപേക്ഷിച്ചിട്ട് പിന്നെ വേറെ ജോലിക്ക് പോകുന്നതായിട്ട് എൻ്റെ അനുഭവത്തിൽ തന്നെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ജോലി എന്താണെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അത് നമ്മൾ യൂട്യൂബ് വീഡിയോസ് നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും. ഒരുപാട് പേര് ഇതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ വീഡിയോസ് ഇടാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് ഒക്കെ മനസ്സിലാകും. എന്നാൽ വളരെ എളുപ്പം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ജോലിയാണ്. പിന്നെന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഘടകം. നമ്മളിപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചു ഉടനെ നമ്മൾ ജോബിലോട്ട് കയറി വെൽഡിംഗ് ഒന്നും അടിക്കാൻ പോകുന്നില്ല, നമ്മളെ കൊണ്ട് ആരും അടുപ്പിക്കത്തുമില്ല. അതുകൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് നേടണം. അതായത് വെൽഡിങ് പഠിച്ച് ഉടനെ നമുക്ക് സാലറിയൊക്കെ കിട്ടും എന്നൊക്കെ പറയുന്നത് ചുമ്മാതാണ്. അത്രയൊന്നും നമുക്ക് കിട്ടത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന പോലെ നമ്മുടെ ആരെങ്കിലും ഗൾഫിലോ മറ്റ് കാര്യങ്ങളിലോ കമ്പനികളിലൊക്കെ സൂപ്പർവൈസറായിട്ടോ മാനേജറായിട്ടോ ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ പഠിച്ചിറങ്ങി ഉടനെ തന്നെ നമ്മളെ ജോലി കയറ്റും. പക്ഷേ അവിടെ ചെന്നാലും ജോബ് പെട്ടെന്നൊന്നും കിട്ടത്തൊന്നുമില്ല. ശമ്പളം കൂടുതൽ ചിലപ്പം നമ്മുടെ വെൽഡർ ശമ്പളം തന്നെ നല്ല ശമ്പളം തന്നെ കിട്ടിയേക്കും. ഞാൻ പറയുന്നത് സാധാരണപ്പെട്ട ആളുകളുടെ കാര്യമാണ് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് രക്ഷപ്പെടുത്തിയെടുക്കാനൊന്നും ആരും കാണത്തില്ല. സ്വയം നമ്മൾ ഇറങ്ങി തിരിച്ച് നമ്മൾ നമ്മുടേതായ കഴിവ് കൊണ്ടും നമ്മുടെ ഹാർഡ് വർക്കും കൊണ്ടൊക്കെ മാത്രമേ മുകളിലോട്ട് വരാറുള്ളൂ. അങ്ങനെ വന്ന ചരിത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആരും രക്ഷപ്പെടുത്താനുള്ള ഇതൊന്നുമില്ല. പിന്നെ ഒരുപാട് വേക്കൻസികളൊന്നും ആരും പറഞ്ഞു തരത്തില്ല. നമ്മൾ തേടി പോവുക, പലയിടത്ത് പോകണം. ചിലപ്പോൾ ആദ്യം പോകുന്നിടത്ത് നമുക്ക് അത്ര ശരിയായെന്ന് വരത്തില്ല. നമ്മൾക്ക് ചിലപ്പോൾ വെൽഡിങ് കിട്ടത്തില്ല, പല പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടാകും. അതൊന്നും കാര്യമാക്കണ്ട. അത് കുറേ നമ്മൾ ഒന്നല്ല രണ്ടല്ല ചിലപ്പോൾ 3, 4 കമ്പനികളിലൊക്കെ മാറി നിന്നാൽ പോലും നമുക്ക് ചിലപ്പം പ്രയോജനമോ അല്ലെങ്കിൽ വെൽഡിങ് പഠിച്ചെടുക്കാനോ എക്സ്പീരിയൻസോ അങ്ങനെ കാര്യമായിട്ടൊന്നും കിട്ടിയില്ലെങ്കിലും അടുത്ത എന്തായാലും നെക്സ്റ്റിൽ നമ്മളത് തുടർന്നുകൊണ്ടേ ഇരിക്കുക. അടുത്തത് നമുക്ക് വിജയം ഉണ്ടാകും. കാരണം വെൽഡിങ് 2-3 കാര്യങ്ങൾ പറയാം. നമ്മുടെ നാട്ടിൽ വർക്ക്ഷോപ്പുകളുണ്ട്, അത് നമ്മൾ കാണുന്നതാണ്. നിത്യവും നമ്മുടെ നാട്ടിൽ നിൽക്കുന്നവർ കാണുന്നതാണ്. റോഡിൽ കൂടെ പോകുമ്പോഴോ അല്ലെങ്കിൽ വാഹനത്തിൽ പോകുമ്പോഴോ ഒക്കെ അവിടെ ഇവിടെയൊക്കെ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഡ്രസ്സ് വർക്ക് ചെയ്യുന്ന അതിലും വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതായിരിക്കും വെൽഡിങ് എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അതൊന്നും അല്ല. വെൽഡിങ്ങിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറയുമ്പം വലിയ വലിയ വെസലുകളും പൈപ്പും ഹെവി വാൾ പൈപ്പുകളൊക്കെ വെൽഡ് ചെയ്യുമ്പോഴാണ് വെൽഡർ ആവുന്നത്. അതാണ് അതിൻ്റെ ഒരു അവസാനം പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അതുവരെ നമ്മൾ എത്തണം. എന്നാലേ നമുക്ക് ആ ഒരു നമ്മുടെ ജോബ് കൊണ്ട് അല്ലെങ്കിൽ ജോലി പഠിച്ചതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അല്ല നമ്മൾ വന്നിട്ട് ഡ്രസ് വർക്ക് അല്ലെങ്കിൽ സ്ട്രക്ചർ വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ബെനിഫിറ്റ് കിട്ടത്തില്ല. നമ്മൾ പഠിക്കുന്ന സമയത്ത് ചിന്തിച്ച് വെൽഡിങ് പഠിച്ചാൽ ഒരുപാട് ശമ്പളം കിട്ടും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ആ സമയത്തൊന്നും പൈസയൊന്നും കിട്ടത്തില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. നമ്മൾ അതൊക്കെ മനസ്സിൽ വെക്കുക. പഠിച്ച ഉടനെ നമ്മൾ ഈ പറയുന്ന ശമ്പളങ്ങളൊന്നും കിട്ടത്തില്ല.
ഏതൊരു ജോലിയെ പോലും നമ്മൾ ഹെൽപ്പറായിട്ട് പോകുമ്പോൾ ഉള്ള ആ ശമ്പളം മാത്രമേ നമുക്ക് 1-2 വർഷമൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ആവും. ഏതൊരു ജോലി ആയാലും അങ്ങനെ തന്നെയാണ്, അങ്ങനെ കരുതാവും. അല്ലാതെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ച ഉടനെ വെൽഡറായിട്ട് വെളിയിൽ വരും അല്ലെങ്കിൽ നമുക്ക് ശമ്പളം കിട്ടും എന്നതിനെപ്പറ്റി ചിന്തിക്കുകയേ ചെയ്യരുത്. അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ വലിയ വലിയ കമ്പനികളിലെ മാനേജർമാരുടെ റിലേഷനിൽപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ സൂപ്പർവൈസർ റിലേഷനിൽപ്പെട്ട ആളുകൾക്കോ ചിന്തിക്കാം. ഞാൻ നമ്മുടെ സാധാരണപ്പെട്ട ആളുകളെ പറ്റിയാണ് പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിലെ ശാരീരിക പ്രശ്നങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതെല്ലാം വീഡിയോസിലെല്ലാം ഉണ്ട്, അതെല്ലാം നോക്കിയാൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ നമ്മൾ ഇതിൽ കുറേ എഫേർട്ട് കൊടുക്കണം, നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ നമുക്കത് എത്തി നേടണം എന്ന്. ചില സമയങ്ങളിൽ നമുക്ക് അറിയത്തില്ലെങ്കിലും നമ്മൾ അറിയാം എന്ന് പറയും. നമുക്കൊരു ചാൻസ് കിട്ടുന്നത് നമ്മളിപ്പോഴും കളയരുത്. അറിയില്ല എന്നും പറഞ്ഞ് പുറമോട്ട് മാറരുത്. ശ്രമിച്ചു നോക്കുക, മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും വെൽഡിങ്ങിൽ ഒരു നല്ല ഭാവി തന്നെ ഉണ്ടാകും. വെൽഡിങ് അത്ര മോശം ജോലിയൊന്നുമല്ല എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒന്നാമത്തെ കാര്യം, ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പോയി പഠിക്കുമ്പോൾ ഒരുപാട് ഫീസും കാര്യങ്ങളും അതൊക്കെ ഒരു കുറച്ചായിരുന്നെങ്കിൽ അത്രയും നല്ലത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഇത് സാധാരണപ്പെട്ട ഒരാൾ വെൽഡിങ് പഠിക്കാൻ പോകുന്ന സമയത്ത് 1 ലക്ഷം അല്ല 1.5 ലക്ഷം രൂപ കൊടുത്ത് പഠിക്കാനുള്ള നിവർത്തിയില്ല. അതാണ് ഈ പ്രശ്നം. പുര കത്തുമ്പോൾ വാഴ വെട്ടും എന്ന് പറഞ്ഞ പോലെ അവരും അതുപോലെ തന്നെ എന്ത് ചെയ്യാം, അവരും പൈസ കൂട്ടി. പക്ഷേ ഒരു മിനിമം കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. ഒരുപാട് റേറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിൽ നമുക്ക് സങ്കടമുണ്ട്. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. മറ്റ് സംശയങ്ങളൊക്കെ ഒരുപാടുണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസിൽ ഇടാം.